ഇന്നലെ മുതൽ മോൻസ് ഗ്രൂപ്പിന്റെ സൈബർ ആർമി ഇന്നലെ മുതൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി ഇന്നലെ പറഞ്ഞ് ജോസ്മോന്റെ പണം അത് മഞ്ഞക്കട ഭരിച്ചിട്ട് വേണം, അതിനുള്ള പണിയാണെന്നാണ് മോൻസിന്റെ സൈബർ ആർമി UDFന്റെ പേരിൽ ഇട്ടിരിക്കുന്നത്, സോഷ്യൽ മീഡിയ ഇട്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, മോൻസ് ജോസഫിനോടും അദ്ദേഹത്തിന്റെ 6ാം മൂടിനോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ എനിക്കെതിരെ അനാവശ്യമായ അല്ലെങ്കിൽ പ്രചരണം നടത്തിക്കൊണ്ട് എന്നെ ആക്ഷേപിച്ച് എന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാമെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ രോഗത്താണെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് പാർട്ടി പ്രിയങ്കരനായ ഞാൻ KM മാണി സാറിന്റെ ഒറ്റ അനുയായിയാണ്. ഞാൻ മാണി സാറിന് മാത്രം പോസ്റ്റർ അടച്ചിട്ടാണ്, KM മാണിക്ക് മാത്രം മുദ്രാവാക്യം വിളിച്ചിട്ടാണ്, KM മാണിക്ക് CM തോമസിന് മാത്രം മുദ്രാവാക്യം വിളിച്ചാണ്. മാണി സാർ മരണം വരെ UDFകാരനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥമായി ഞാൻ പറഞ്ഞല്ലോ, ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ യൂണിറ്റ് പ്രസിഡന്റായി KSയുടെ യൂണിറ്റ് പ്രസിഡന്റായി പ്രവർത്തനം തുടങ്ങിയ ഞാൻ പോണാട് വാർഡ് പ്രസിഡന്റ്, യൂത്ത് ഫണ്ട് പോണാട് വാർഡ് പ്രസിഡന്റ്, അതിനുശേഷം കരൂർ മണ്ഡലം പ്രസിഡന്റ്, പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ്, കോട്ടയം ജില്ലാ സെക്രട്ടറി, കോട്ടയം ജില്ലാ പ്രസിഡന്റ്, തുടർന്ന് യൂത്ത് ഫണ്ട് സംസ്ഥാന പ്രസിഡന്റ് ഈ സ്ഥാനങ്ങൾ വഹിച്ചയാളാണ്. ഇതിനിടയിൽ പറഞ്ഞല്ലോ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായി പ്രവർത്തിക്കുവാൻ എനിക്ക് ജനങ്ങൾ അനുമതി നൽകി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് അന്നും ഈ പാർട്ടിയിൽ ചില ശത്രുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ മാണി സാർ എന്നെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് സീറ്റ് കിട്ടി. അന്ന് എനിക്ക് പഞ്ചായത്തിലേക്ക് എന്റെ സ്വന്തം വാർഡിൽ എനിക്ക് സീറ്റ് തരില്ല. അന്ന് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ എനിക്കെതിരെ ഇട്ടു. ഞാൻ നെട്ടല ചിഹ്നത്തിൽ മത്സരിച്ചു. ബഹുമാനായ EJ സാറും പ്രിയപ്പെട്ട മാണി സാറും എന്നോടുള്ള വാത്സല്യം കൊണ്ട് എനിക്ക് സീറ്റ് തന്നു. ഞാനന്ന് നമ്മുടെ രാഷ്ട്രീയ പ്രതിനിധികൾ ഒരു വീറച്ചെറുക്കൻ, ഇവൻ ജയിക്കില്ല എന്നാ പറഞ്ഞത്. പക്ഷേ 368 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. എനിക്കെതിരെ പ്രസിഡന്റ് ആക്കാൻ കൊണ്ടുവന്നയാള് 400 വോട്ട് പരാജയപ്പെട്ടു. ഇതൊക്കെ ദൈവം ചെയ്യുക. അങ്ങനെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോഴും എനിക്കെതിരെ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ റിബലിട്ട് നോക്കി. പക്ഷേ ഞാൻ വിജയിച്ചു. 2000ഓളം വോട്ട് ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയിച്ചു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി. അതിനുശേഷം കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് ഞാൻ മത്സരിച്ചു. 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിച്ച ആളാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ യൂത്ത് ഫണ്ട് പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് എന്ന് KM മാണി സാറിനൊപ്പം സംയുക്ത കേരള കോൺഗ്രസിൽ എന്നെ പൂഞ്ഞാർ സീറ്റിലേക്ക് പരിഗണിക്കും, എനിക്ക് സീറ്റ് എന്ന് ഉറപ്പ് പറഞ്ഞ് എന്നെ പ്രവർത്തനത്തിൽ ഇറക്കി വിട്ടു. പക്ഷേ ദൗർഭാഗ്യവശാൽ സമയത്ത് ഈ പറഞ്ഞ പോലെ മറ്റൊരാൾ അവതരിച്ചു, എനിക്ക് സീറ്റ് ലഭിച്ചില്ല. ഞാനെങ്കിലും പിണങ്ങിയില്ല, മാണി സാറിനൊപ്പം നിന്നു. മാണി സാറിന്റെ മരണം വരെ ഞാൻ KM മാണി സാറിനൊപ്പം UDFിൽ തുടർന്നു. അതിനുശേഷം മാണി സാർ എന്റെ മരണശേഷം കേരള കോൺഗ്രസിന്റെ ഭിന്നിപ്പുണ്ടായി. ഒരു വിഭാഗം ഇടതുപക്ഷത്തേക്ക് പോയി. ഇടതുപക്ഷത്തേക്ക് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട CM തോമസ് സാർ, മാണി സാറിന്റെ ഉറ്റ സഹചാരി, ആദർശ രാഷ്ട്രീയത്തിന്റെ ആമുഖമായ CM തോമസ് സാറിനോട് പറഞ്ഞു, മഞ്ഞക്കടമ്പ നമുക്ക് UDFിൽ നിൽക്കണം. നമ്മുടെ നേതാവ് ശ്രീ PJ ജോസഫാണ്. KM മാണി കഴിഞ്ഞാൽ PJ ജോസഫാണ്. കേരള കോൺഗ്രസിന്റെ ഭരണഘടന എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഞാൻ പ്രിയപ്പെട്ട CM തോമസ് സാറിനോടൊപ്പം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച നേതാവിന്റെ പ്രിയപ്പെട്ട നേതാവ് PJ ജോസഫിനോടൊപ്പം നേതാവായി അംഗീകരിച്ചുകൊണ്ട് ഞാൻ കടന്നു വന്നു. ആ കടന്നു വന്ന കേരള കോൺഗ്രസ് പാർട്ടിയെ കോട്ടയം ജില്ലയിലെ കരുത്തുറ്റ പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞാൻ അഹോരാത്രം പണിയെടുത്തു. ഞാൻ മാത്രമല്ല, ഇവിടെ ഈ കോട്ടയം ജില്ലയിൽ നിരവധി പ്രവർത്തകരെ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ കേരള കോൺഗ്രസിന് ശക്തി പകർന്നുകൊണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നോക്കണം, ഇവിടെ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് പ്രസ്ഥാനമുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. നിരവധിയായ സമര പോരാട്ടങ്ങൾ, പരിപാടികൾ ഈ കോട്ടയം ജില്ലയിൽ ഉടനീളം നടത്തി. അങ്ങനെ നടത്തി ഇവിടെ നമുക്കറിയാം, ഈ പാർട്ടിയെയും UDFിനെയും ശക്തിപ്പെടുത്തുവാൻ ഞാൻ കഠിന പ്രയത്നം നടത്തിയ ഒരു വ്യക്തിയാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? അവസാനം നിങ്ങൾ ഓർക്കണം, ഇങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും പ്രിയപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ, അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമില്ല. അദ്ദേഹം പലവട്ടം ഞാനുമായി എന്നോട് താല്പര്യമില്ലാതെ പല വർത്തമാനങ്ങൾ പറഞ്ഞെങ്കിലും ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ട് പലപ്പോഴും പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ ഒരിക്കലും അങ്ങേക്ക് എതിരല്ല എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം ഒന്നും വിശ്വസിച്ചില്ല. നിങ്ങൾ ഓർക്കണം, കേരള കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റായി എന്നെ തെരഞ്ഞെടുത്തതിന് ശേഷം UDFിന്റെ സംസ്ഥാന കമ്മിറ്റി ജില്ലാ ചെയർമാൻ കൺവീനർമാരെ നിശ്ചയിച്ചു. കോട്ടയം ജില്ലാ പ്രസിഡന്റായി എനിക്ക് മാത്രം UDFിന്റെ ജില്ലാ ചെയർമാനാകാൻ യോഗ്യതയില്ല. പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരുന്ന വിക്ടർ ടി തോമസ് UDFിന്റെ ജില്ലാ ചെയർമാൻ, എറണാകുളം ജില്ലാ പ്രസിഡന്റായിരുന്ന ഷിബു തെക്കുംപുറം UDFിന്റെ ജില്ലാ കൺവീനർ, ഇടുക്കി ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന MJ ജേക്കബ് UDFിന്റെ ജില്ലാ കൺവീനർ. പക്ഷേ കോട്ടയം ജില്ലാ പ്രസിഡന്റായ ഷജി മഞ്ഞക്കടവിന് മാത്രം യോഗ്യതയില്ല. അന്ന് അദ്ദേഹം പറഞ്ഞത്, തിരുവഞ്ചൂരിനെ പോലുള്ള, ഉമ്മൻചാണ്ടിയെ പോലുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരിരിക്കുമ്പോൾ മഞ്ഞക്കടമ്പനെ പോലെ ഒരു വീറച്ചെറുക്കൻ ഇവിടെ UDF ചെയർമാനായി പറ്റുമോ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ മാറ്റി നിർത്തി. നിങ്ങൾ ഓർക്കണം, എന്തിനു വേണ്ടിയായിരുന്നു? തുടർന്ന് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF ജില്ലാ ചെയർമാൻ കൂടിയാണെങ്കിൽ എനിക്ക് സീറ്റ് നിഷേധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ ബോധം
സ്ഥാനത്ത് നിന്ന് വെട്ടിമാറ്റി സംസ്ഥാന UDF-ൽ കമ്മിറ്റിയിലിരിക്കുന്ന ആ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുകയാണ് ഇത്. പ്രിയമുള്ളവരെ, അതിനുശേഷം ഓർക്കണം, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറിനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മഞ്ഞക്കടമ്പനി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കും, നമുക്ക് 4 സീറ്റ് കിട്ടും, അതിൽ മത്സരിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ഏതായാലും വേണ്ടില്ല, ജോസഫ് സാറിന്റെ കൃത്യസമയത്ത് കൊറോണ വന്നു, അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റായി. എനിക്ക് പറഞ്ഞ സീറ്റ് ആദ്യം ചർച്ചയ്ക്ക് പോയ മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന് വിട്ടുകൊടുത്തു. പൂഞ്ഞാർ സീറ്റാണ് എനിക്ക് പറഞ്ഞത്, കോൺഗ്രസിന് വിട്ടുകൊടുത്തു. സജി മഞ്ഞക്കടമ്പ അപ്പോൾ വെളിയിലാണ്. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചു മോൻസ് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിൽ 2ാമത്തെ സീറ്റിൽ ജില്ലാ പ്രസിഡന്റായി എനിക്ക് അവസരം ലഭിക്കും. അപ്പൊ ഞാൻ അടുത്ത സീറ്റായ ഏറ്റുമാനൂരിലേക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ പ്രിൻസ് ലൂക്കോസ്. ഓർക്കണം, തലയാഴ്ച വരെ ഇന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തോമസ് ചാഴികാടനോടൊപ്പം വള്ളത്തിൽ കയറി തുഴഞ്ഞ് സമരം നടത്തിയാൽ പിറ്റേ ദിവസം കേരള കോൺഗ്രസ് ജോസഫ് ഭാഗത്തിലേക്ക് വരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം എന്നെ വിളിച്ച് മഞ്ഞക്കടമ്പ, ഞാൻ മഞ്ഞക്കടമ്പനെ ഒരു സ്ഥാനവും തട്ടിയെടുക്കാൻ വേണ്ടി വരുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിൻസ് വന്നാൽ എനിക്കെന്താ കുഴപ്പം, വരണമെന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്ത് ഞാൻ കൊണ്ടുവന്നു. പക്ഷേ ഇത് വലിയൊരു ഗൂഢാലോചനയായിരുന്നു. ഏറ്റുമാനൂർ സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നതാണ് ഞാൻ അറിയുന്നില്ല. ഇതിന് അവസാനം ഞാൻ ജോസഫ് സാർ എടുത്തപ്പോൾ പറയൂ, ഏറ്റുമാനൂർ സീറ്റ് അത് നമുക്ക് കളയാൻ പറ്റില്ല, ജയിക്കണം. അതുകൊണ്ട് OB ലൂക്കോസിന്റെ മകനാ, കോൺഗ്രസ് നേതാവിന്റെ മകനായതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് മാറ്റി നിർത്തി. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഭരണത്തിൽ വരുമ്പോൾ ഏറ്റവും നല്ല കോർപ്പറേഷൻ തരാമെന്ന്. ഞാൻ പറയുമ്പോൾ ആ കോർപ്പറേഷൻ വേണ്ട, ഡ്രൈവറും വണ്ടിയൊക്കെയുള്ള കോർപ്പറേഷൻ, അത് ചെയർമാൻ സ്ഥാനം, അത് ഭരണം വരുമ്പോഴല്ലേ സാറേ. ഇപ്പോൾ എനിക്ക് അർഹതപ്പെട്ട UDF ജില്ലാ ചെയർമാൻ സ്ഥാനം എടുത്തുകൊണ്ടുപോയി മോൻസ് ജോസഫ് കയ്യിൽ വെച്ചിട്ടില്ലേ, അതിങ്ങ് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ജോസഫ് സാർ സന്തോഷപൂർവ്വം എനിക്ക് വാങ്ങിച്ചു തന്നു. ഞാനതുമായി തൃപ്തിപ്പെട്ട് ഞാനിത്, കാരണം അത് ഔദാര്യമല്ല, എന്റെ അവകാശം. അത് മുൻപ് മോൻസ് ജോസഫ് പിടിച്ചെടുത്ത എന്റെ അവകാശം ഞാൻ തിരിച്ചു ചോദിച്ചു, എനിക്ക് തിരിച്ചു തന്നു മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്തി മുന്നോട്ട് പോവുകയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നു. ഞാൻ സ്വാഭാവികമായും ജില്ലാ പ്രസിഡന്റ് സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, പാർട്ടി ചെയർമാൻ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം ഞാൻ ഉണ്ടാവും, എനിക്ക് സീറ്റ് തന്നാൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. ഇത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വേറൊരു പാർട്ടി വിരുദ്ധ പ്രവർത്തനവും ഞാൻ നടത്തിയില്ല. പക്ഷേ അത് പ്രിയപ്പെട്ട മോൻസ് ജോസഫ് അടക്കമുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏതായാലും എനിക്ക് സീറ്റ് തന്നില്ല, എനിക്ക് തർക്കമില്ല. ജോസഫ് സാർ ആയി സംസാരിച്ചു. സീറ്റ് ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞു. ഞാൻ ഫ്രാൻസിസ് ജോർജിനൊപ്പം നിങ്ങൾ കണ്ടു ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ കണ്ടു കാണും. അദ്ദേഹം കോട്ടയത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങളിലടക്കം ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ കുറച്ച് ദിവസം പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് ജോർജിനെ എന്നെ വിളിക്കാതായി. എനിക്ക് മനസ്സിലായി, എന്താ ജില്ലാ പ്രസിഡന്റിനെ കൂടുതൽ കൂടെ കൂട്ടണ്ട, അദ്ദേഹത്തിന് നിർദ്ദേശം കിട്ടി. അദ്ദേഹം എന്നെ ഫോൺ വിളിക്കാറില്ല. അപ്പൊ ഞാൻ പതുക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായി, ഞാൻ ഒഴിവായി നിന്നു. ഇനി ഞാൻ കാരണം ഫ്രാൻസിസ് ജോർജ് പരാജയപ്പെടണ്ട. അതിനുശേഷം പാലാ നിയോജക മണ്ഡലത്തിൽ പോലും അവിടെ അദ്ദേഹം വന്നാൽ എന്നെ അറിയിക്കാറില്ല. നിങ്ങൾ കാണാം, പാലാ നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു, അവിടെ പോലും പ്രസംഗിക്കാൻ ജില്ലാ പ്രസിഡന്റായി എനിക്ക് അവകാശമില്ല, അവസരമില്ല. എന്റെ നിയോജക മണ്ഡലത്തിൽ, എന്തിനാണ് എന്റെ മണ്ഡലത്തിൽ പോലും ജില്ലാ പ്രസിഡന്റ് UDF ചെയർമാനുമായ എനിക്ക് അവിടെ അല്ലെങ്കിൽ പ്രസംഗിക്കുവാൻ ഒരു ചടങ്ങില് ഉദ്ഘാടകനാകാൻ പോലും എന്നെ അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ വലിയ പ്രീ പ്ലാൻഡ്